സോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ എന്താ പറയുക, നമ്മൾ എ ഡേ വിത്ത് മീ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ രാവിലെ എണീച്ചു. അപ്പോൾ എണീച്ചപ്പം എൻ്റെ മൈൻഡിൽ തോന്നി ഇന്ന് നമുക്ക് എ ഡേ വിത്ത് മീ എന്ന് പറയുന്നൊരു വ്ളോഗ് എടുക്കാമെന്ന്. അപ്പം ഞാൻ വെച്ചു എന്നാൽ ചെയ്യാം. നമുക്ക് ബെഡ് എന്നുള്ള വ്യൂ പറയുന്നത് ഇതാണ്. നമ്മൾ ബെഡ് എന്നുള്ള വ്യൂ ഞാൻ ഫുള്ള് റൂം കാണിക്കുന്നില്ല. നമ്മളെ വിൻഡോ ഉണ്ട്. ഇതാണ് നമ്മളെ വൈബ് സെറ്റർ, പോസിറ്റീവ് വൈബ് സെറ്റർ. ഞാനൊരു സണ്ണി പേഴ്സണാണ്. സോ എനിക്ക് വെളിച്ചം കണ്ടാൽ ഞാൻ ഓക്കെയാണ്. അല്ലെങ്കിൽ വെളിച്ചം പോയാലും ഓക്കെയാണ്, പക്ഷെ എന്നാലും ഒരു മൂഡില്ലാത്ത പോലെ തോന്നും എനിക്ക്. അതുകൊണ്ട് തന്നെ ലൈക്ക് എന്താ പറയുക, ഒരു വെളിച്ചം ഉണ്ടെങ്കിൽ എനിക്കൊരു ഒരു ഒരു സ്പെഷ്യൽ സാധനം കിട്ടും. ഒരു എൻജോയ്മെൻ്റ്, ഒരു ഹാപ്പിനെസ്സാണ് ഉള്ളത്. സോ ഐ എം എ സണ്ണി പേഴ്സൺ. അതുകൊണ്ട് തന്നെ എനിക്ക് സമ്മർ ടൈം ഭയങ്കര ഇഷ്ടമാണ്. സോ നമ്മൾ സമ്മർ ടൈമിൽ എന്താ പറയുക, ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് കാണാം. ഞാൻ എന്തായാലും എണീക്കട്ടെ, പല്ലെല്ലാം തേക്കട്ടെ. ഓക്കെ, ബൈ. സോ ഗൈസ്, നമ്മൾ ഫസ്റ്റ് എണീച്ച് ബെഡ് മടക്കി വെക്കുന്ന ഒരു പ്രോസസ്സിലാണ്. ബെഡ് മടക്കി വെക്കണം. ബെഡ് മടക്കി വെച്ചു. ഇതാണ് നമ്മളെ വീട്ടിൻ്റെ പുറത്തിട്ടുള്ള വിഷ്വൽസ്. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി. ഇതാണ് നമ്മുടെ നമ്പർ 3. ഫോണിൽ ചാർജ് ഇല്ല, അപ്പോൾ ഫോണിൽ ചാർജ് ചെയ്യണം. ഇങ്ങനെ ഇറങ്ങുകയാണ്. നമ്മൾ 2ാമത്തെ ഫ്ലോറിലാണ്. ഇതൊരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് ടൈപ്പ് സാധനം. ഞാൻ നിൽക്കുന്ന സ്ഥലം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നത് നിങ്ങളോട് പറഞ്ഞില്ല. ഞാൻ നിൽക്കുന്നത് ലിവർപൂളിലാണ്. ലിവർപൂൾ കെൻസിങ്ടൺ എന്ന് പറയും, L7 അത്രയും പറയുന്നുള്ളൂ. അവിടെയാണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഏതാ ലോഞ്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ലോഞ്ച് ഇതാണ്. ലോഞ്ച് കുറച്ചൊന്നും ആക്കിയിട്ടില്ല. ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ സുധേച്ചി. നമ്മളെ വീട്ടിലുള്ള ഒരു മെമ്പറാണ്. നമ്മളെല്ലാവരും പരിചയപ്പെടുന്നതായിരിക്കും വഴിയെ. ഇന്ന് ഡേ വിത്ത് മീൽ ഫസ്റ്റ് ഞാൻ കണ്ടത് ആരെ? സുധേച്ചി ആയി പറയൂ ഗൈസിനോട്. ഓക്കെ, നമ്മുടെ വീട്ടിലെ പർദീസ എന്ന് പറയുന്ന സ്ഥലം, ഹെവൻ. എന്താ പറയുക, ഞാൻ റൂമിൽ സ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടിയും കൂടുതൽ ഇവിടെയാണ് സ്പെൻഡ് ചെയ്യാറ്. ഇത് നമ്മളെ ലോഞ്ചാണ്. എന്താ ബ്യൂട്ടി നിങ്ങൾ നോക്കിയേ, എന്താ രസം. ഓഫ്, പൈസക്കില്ലേ. ഇതുകൊണ്ടാണ് ഞാൻ ഈ വീട് എടുത്തത് തന്നെ. നമ്മൾ ഈ വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ റൂം നോക്കുമ്പോൾ ആദ്യം ശ്രദ്ധിച്ചൊരു സ്ഥലമാണ് ഈ ലോഞ്ച്. ഐ ലൈക്ക് ദിസ് സോ മച്ച്. ഇവിടെ ഇതിപ്പം വൃത്തിയാക്കിയിട്ടൊന്നും ഇല്ലെങ്കിലും ഇത് പക്കാ സീൻ സ്ഥലമാണ്. ഈ ഒരു വെളിച്ചം, ഈ ഒരു ഗ്ലാസ്, ഇതാണ്. ഈ റോഡ് പറയുന്നത് നമ്മളെ ലിവർപൂൾ സിറ്റി സെൻറ്ററിലേക്കുള്ള റോഡാട്ടോ. ഈ വരുന്ന സ്ഥലം ഇത് പറയുന്നത് ഇത് വരുന്നത് നമ്മളെ ഹൈട്ടൺ. അങ്ങോട്ട് വേറെ കുറേ സ്ഥലങ്ങളുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മളിതാ ഇവിടുത്തെ വ്യൂ ഞാൻ കാണിച്ചിട്ട് എന്താ ഫ്രഷ് എയർ കയറുമ്പോൾ നോക്കി. എല്ലാവരും അവരവരെ ബിസി ലൈഫിൽ നോക്കി എൻഗേജ്ഡ് ആണ്. രാവിലെ എല്ലാവരും പണിക്ക് പോകുന്ന തിരക്കിലാണ്. സോ ഇതാണ് നമ്മുടെ ലോഞ്ചിൻ്റെ വ്യൂ. നമ്മളപ്പം നമ്മളെ ലോഞ്ചിലിരിക്കുകയാണ്. രാവിലെ എണീച്ചിട്ട് നമ്മൾ നല്ല വ്യൂ എല്ലാം കണ്ടിട്ട്, ഞാൻ പറഞ്ഞേ വ്യൂ എല്ലാം കണ്ടിട്ട് ഇരിക്കുകയാണ്. സമയം എത്രയായി? സമയം എത്രയോ 12, 12:30, 12:45 നമ്മൾ എണീച്ചത് തന്നെ 12 മണിയാകുമ്പോഴാണ്. എന്തെങ്കിലും ഞണ്ടാണ് ഇനി. രാവിലെ എണീച്ച് പല്ല് തേച്ചു. ഇതേപോലെ ഒന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്നൊന്ന് ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും കഴിക്കുന്നത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഐ തിങ്ക് സോ, മേ ബി രാവിലെ പണിയൊന്നും ഇല്ലാത്ത ടീമാണെങ്കിൽ, UK ഉള്ള ആൾക്കാരാണെങ്കിൽ ഐ തിങ്ക് എല്ലാവരും ഇതേപോലെ ബ്രഞ്ചായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് മിക്കവാറും സ്കിപ്പ് ചെയ്യുന്ന ടീമേക്ക്. സ്കിപ്പ് ചെയ്യുന്നതല്ല, നമ്മൾ എണീക്കാൻ വൈകുന്നതായിരിക്കും സ്വാഭാവികമായിട്ടും. സ്കിപ്പ് ചെയ്യുന്നത് ഞാൻ പറയില്ല. അപ്പോൾ ഉച്ചക്ക് അതിൻ്റെ അടക്കമായിരിക്കും എടുക്കും. അപ്പോൾ ബ്രഞ്ച് കഴിച്ചേ ഇറങ്ങും. അപ്പോൾ ബ്രഞ്ച് പറഞ്ഞ സാധനം കഴിക്കും അധികം ആൾക്കാരും കഴിക്കും. എനിക്ക് തോന്നുന്നു, ഞാൻ കണ്ടതിൽ വെച്ചിട്ട് അങ്ങനെയാണ് തോന്നുന്നു. ഇനി മാറ്റമുണ്ടോ എനിക്കറിയില്ല. അപ്പം എന്തായാലും നമുക്ക് നമ്മൾ ബ്രഞ്ച് കഴിക്കുന്ന സെഷനിലേക്ക് പോവാം. തന്നെ എൻ്റെ ഈ വ്ളോഗ് രാവിലെ അല്ല, എപ്പോൾ ഏത് സമയമായാലും എൻ്റെ വ്ളോഗ് കാണുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ എല്ലാവർക്കും ഒരു പൂ തരുവാൻ വിചാരിക്കുകയാണ്. ഐ ലവ് യു ഗൈസ്. നമുക്ക് കഴിക്കേണ്ട സാധനം ഇവിടെ റെഡിയാണ്. ഇതാണ് നമ്മുടെ ബ്രഞ്ച് പാക്ക്. എപ്പടി, ഇതാണ്
ഞാൻ അധികവും രാവിലെ കഴിക്കുന്ന സാധനം ക്രഞ്ചി നട്ട്. ഞാൻ പറയും നെരുപ്പ് സാധനടാ, നെരുപ്പ് സാധനമാണ് ഈ സാധനം. ഇത് ഇഷ്ടപ്പെടുന്ന ചിലപ്പോൾ ചിലവർക്ക് കോൺഫ്ലെക്സ് കാര്യങ്ങൾ ഇഷ്ടമാവില്ല. എനിക്ക് മുമ്പ് കോൺഫ്ലെക്സോ കാര്യങ്ങളും ഇഷ്ടമല്ലായിരുന്നു. ഇതാണ് നമ്മളെ എന്താ പറയുക ബ്രഞ്ച് കഴിക്കാൻ പോകുന്ന സാധനം ക്രഞ്ചി നട്ട്. ഇത് ഒരിക്കലും പെയ്ഡ് പോസ്റ്റോ കാര്യങ്ങളൊന്നും അല്ല. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കോൺഫ്ലെക്സും കാര്യങ്ങളും ഇഷ്ടമല്ലാത്ത ഒരാളായിരുന്നു. ചെറുപ്പത്തിലൊന്നും കഴിക്കില്ല, എനിക്ക് ഇഷ്ടമല്ല ഈ പാലിൽ ഇത് കൂട്ടി ഇങ്ങനെ കഴിക്കുന്ന സാധനം. സോ ഇവിടെ വന്നതിന് ശേഷം നമ്മളിപ്പോൾ നേരത്തെ കണ്ട് സുധേച്ചി ഇത് വാങ്ങി എന്നിട്ട് എനിക്ക് ഒരു ദിവസം ഇങ്ങനെ തന്നു. ഞാൻ എന്നിട്ട് ഇത് പാലിൻ്റെ ഒപ്പം കഴിക്കാണ്ട് ഞാൻ എന്ത് ചെയ്യും വെറുങ്ങനെ കഴിക്കും. ലൈക്ക് പാലിലും ഇതിലൊന്നും കുതിർത്ത് കഴിക്കാണ്ട് ഇത് അങ്ങനെ റോ ആയിട്ട് എടുത്ത് കഴിക്കും. അതെനിക്ക് ഇഷ്ടമാണ്. അപ്പം അത് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഇത് കഴിച്ചപ്പോൾ ഈ ക്രഞ്ചി നട്ട് കഴിച്ചപ്പോൾ ഇഷ്ടമായി. നൈസ് സാധനം കേട്ടോ, സെറ്റ് സാധനമാണ്. സോ ട്രൈ ചെയ്തവരെ ട്രൈ ചെയ്ത് നോക്കും. ഞാൻ അങ്ങനെ ചെയ്ത് ഞാൻ പാലല്ല ഞാൻ കാണിച്ചു തരാം. ഞാൻ അവഗാഡോ ഷേക്ക് ആക്കിയിട്ട് അതിൽ ഇത് മിക്സ് ആക്കിയിട്ട് വേണമെങ്കിൽ അതിൽ കുറച്ച് ഓൾറെഡി ഇതിൽ നട്ട്സ് ഉണ്ടാവും, വേണമെങ്കിൽ കുറച്ച് നട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിട്ടിട്ട് അങ്ങ് കഴിക്കും. അത് റിച്ച് ആയിട്ട് കിടക്കും, വയറ് സെറ്റായിരിക്കും. സോ ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്തു നോക്കി, ഇഷ്ടമുള്ളവർ. ഓക്കെ, ഇനിയിപ്പം എനിക്ക് പണ്ട് ഇഷ്ടമല്ലായിരുന്നു, അതേപോലെ ഇഷ്ടമല്ലാത്ത ടീം ഉണ്ടാവും. സോ ഓക്കെ, അങ്ങനെ അടുക്കളയിൽ വന്നപ്പോൾ നമ്മൾ ഇന്നലെ ആക്കിയ സാൽമൺ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ ആക്കിയതാട്ടോ ഇത്. എൻ്റെ സ്നാപ്പിലുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും, ഞാൻ സ്നാപ്പ് ഇട്ട് വെറുപ്പിച്ചിട്ടുണ്ട് ഇതാക്കുമ്പോൾ. ഇത് സാൽമണാണ്. ഞാനും ഇതും കൂടി കഴിക്കാൻ വേണ്ടി ആക്കിയതാണ്. സാൽമൺ എന്ത് വേണമെങ്കിൽ പറയും, സാൽമൺ റോസ്റ്റ് സംതിങ് ലൈക്ക് ദാറ്റ് എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. അവഗാഡോവും മിൽക്കെല്ലാം പഞ്ചസാര ഇട്ടു. എനിക്ക് പഞ്ചസാര പറയാവുന്ന കേട്ടോ, ഞാൻ ഇത്ര ഇടും. എന്നിട്ട് നമ്മളിത് അടിക്കാൻ പോവുകയാണ്. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് എനിക്ക് ഏറ്റവും ഉപകാരപ്രദമായ സാധനം പറയുന്നത് ഇതാണ്. നമ്മുടെ സാധനങ്ങൾ സെറ്റായി. കോൺഫ്ലെക്സ് ഇടണം ഇതിലേക്ക്. ഇതെന്തുകൊണ്ട് ഇത്ര വലിയ പാത്രം എടുത്ത് വെച്ചാൽ എനിക്ക് ഇതിങ്ങനെ മിക്സ് ആക്കണം. ചെറിയ പാത്രത്തിൽ മിക്സ് ആക്കാനൊക്കെ ആവില്ല. എന്ന് വെച്ചാൽ ഇത് കുറച്ച് കട്ടിയാണല്ലോ, മിൽക്ക് പോലെയല്ല. ഈ സാധനം ഉണ്ടല്ലോ മക്കളെ, കുടിച്ചിട്ട് ഇതിൻ്റെ റിയാക്ഷൻ പറഞ്ഞുതരാം. പേട്ട സാധനമാണ്. ഇതും മിക്സ് ആക്കി നമ്മളിത് കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത് വെറുതെ കുടിച്ചാൽ എന്താ രസം വിത്ത് ദിസ് വ്യൂ. സ്വർഗമല്ലേ, പിന്നെന്ത് വേണം. എന്നിട്ട് ഇത് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നു. ഇതാണ് നമ്മുടെ സാധനം. നമുക്കപ്പോൾ കഴിച്ചിട്ട് കാണാം. ഓക്കെ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓ സൂപ്പർ, രക്ഷയില്ല. നിങ്ങൾക്ക് ഇതും കൂടി കുടിച്ചോളാം. വച്ചാലത് പോരാളിയാ. സോ കഴിച്ചിട്ട് കാണുക. നമ്മൾ ചായ കുടിച്ച് ചായ മീൻസ് നമ്മളെ ഭാഗത്ത് ചായ എല്ലാം കുടിച്ചു എന്ന് പറയും. ബ്രേക്ക്ഫാസ്റ്റിൽ ബ്രഞ്ച് കഴിച്ചിട്ട് ലൈക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ, ഇന്നത്തെ മെയിൻ പരിപാടി എന്താ വെച്ചാൽ നമ്മളിന്ന് ഫുട്ബോൾ കളിക്കാൻ പോവുകയാണ്. ഇന്നല്ല, നമ്മൾ ഫുട്ബോൾ കളിക്കാറുണ്ട്. നമ്മളിവിടെ ഒരു ടീമുണ്ട് LMSC എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ ആൾക്കാരുള്ള ദിവസം നമ്മൾ ഫുട്ബോൾ കളിക്കാറുണ്ട്. സോ ഇന്ന് നമ്മളെ വ്ളോഗിലെ മെയിൻ കണ്ടൻറ്റ് വരെ നമ്മൾ ഫുട്ബോൾ കളിക്കാൻ പോകുന്നതും ഫുട്ബോൾ കളിക്കുന്ന കുറച്ച് വിഷ്വൽസും കാര്യങ്ങളും അതെല്ലാം നമ്മൾ പ്ലാൻ ആക്കുന്നത്. സോ എന്തായാലും ഐ എം ത്രിൽഡ് ടു ലൈക്ക് ഷൂട്ട് ഓൾ ദോസ് തിങ്സ് ഫോർ യു ഗൈസ്. സോ സ്റ്റേ ട്യൂൺഡ്. ഇതാണ് നമ്മളെ സാമഗ്രികൾ. ഇത് നമ്മളെ ബൂട്ടും കാര്യങ്ങളുമാണ്. നമ്മളെ ബോള്, നമ്മളെ പിള്ളേഴ്സ് ഇടുന്ന ബിബ്സ്, ഇത് നമ്മളെ പോസ്റ്റാണ്. ഇത് രണ്ടും. അപ്പം നമ്മളെന്തായാലും ഇതെല്ലാം നമ്മളെ ഫുട്ബോളിങ് ഗിയേഴ്സ്. എന്തായാലും നമ്മളിത് കളിക്കാൻ പോകുമ്പോൾ ഇതെല്ലാം എടുത്ത് സെറ്റപ്പാക്കി എല്ലാം ഇതാക്കുന്ന വീഡിയോ നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും, കാണിക്കുന്നതായിരിക്കും. സോ അടിപൊളി കളിയായിരിക്കും ഇന്ന്, കണ്ടോ മക്കളെ. നമ്മളിതാ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ്. വെള്ളം എടുത്തു, ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. നമുക്കുള്ള ജേഴ്സി ഇവിടെ എല്ലാം എൻ്റെ ജേഴ്സി ഒന്നും അലക്കിയിട്ട് സെറ്റായിട്ടില്ല. സോ രോഹിത്ത് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ എത്തിയിട്ട് ഗ്രൗണ്ടിലെത്തിയിട്ട് രോഹിത്തും നമ്മളെ പുള്ളേഴ്സിനെല്ലാം കാണിച്ചു തരുന്നതായിരിക്കും. ഗ്രൗണ്ടും കാര്യങ്ങളും പോകുന്ന വഴിക്കുള്ള വ്ളോഗും കാര്യങ്ങളെല്ലാം കാണിച്ചു തരുന്നതായിരിക്കും. സോ കാണാം. നമ്മൾ റെഡിയായി, എല്ലാ സാധനവും നമ്മളെടുത്താണുള്ളത്. സോ നമ്മളിതെല്ലാം എടുത്ത് നടന്ന്
എന്താ പറയുക പോകണം. കുറച്ച് കഷ്ടപ്പാടാണ്, എന്നാലും പ്രശ്നമില്ല. നമ്മൾ കളിക്കാനല്ലേ, സെറ്റാക്കും. നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. വീട്ടിൽ നിന്ന് ആരും ഇല്ല, ആകെ ശ്രുതി ചേച്ചിയും ഗായത്രിയും മാത്രമേ ഉള്ളൂ. ഗായത്രിയെ ഞങ്ങൾ കഴിഞ്ഞ ബ്ലോഗിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. ബാക്കി എല്ലാവരും പണിക്ക് പോയിട്ടാളെ. അപ്പം സോ ഗൈസ് പുറത്തിറങ്ങിയിട്ട് കാണും. നമ്മളെ ലോക്കായി. സോ നമ്മൾ പുറത്തിറങ്ങിയിരിക്കുന്നു. മൈക്കില്ലാത്തൊരു പ്രശ്നം ഉണ്ടാവും, ക്ഷമിക്കണം. നമുക്ക് അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. നമുക്ക് അതിന് മുമ്പേ അതിനെക്കുറിച്ച് ഒരു ബാൻഡേഡ് വാങ്ങണം. അതുകൊണ്ട് തന്നെ എന്താ പറയുക, സൗണ്ട് കേൾക്കുന്നുണ്ട് എനിക്കറിയില്ല, ഭയങ്കര സൗണ്ടായിരിക്കും പുറത്ത്. മൈക്ക് വാങ്ങുന്നവരെ എങ്ങനെയായിരിക്കും. സോ എന്തായാലും ഞാൻ ബാൻഡേഡെല്ലാം വാങ്ങട്ടെ പീടികയിലൊന്ന് കയറിയിട്ട്. എൻ്റെ ലുക്ക് കണ്ടില്ലെങ്കിൽ സാധനങ്ങളെല്ലാം എടുത്തിട്ട് ബാക്കിൽ ഒരു ബാഗും ഉണ്ട്. സോ കാണാം. നമ്മൾ പീടികയിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ വീട്ടിലെ ചെറിയ ഷോപ്പാണ്, നമ്മൾ വീടിൻ്റെ അടിയിൽ തന്നെയുള്ള ഗോലോക്കൽ എന്ന് പറയും. ഗോലോക്കൽ ഫ്രാഞ്ചൈസാണ്, ഇവരെടുത്തിട്ട് ചെയ്യുന്ന സാധനമാണ്. ഓക്കെ, നമ്മളിതാ ഇപ്പോൾ ഇവിടെ പ്ലാസ്റ്റേഴ്സ് വാങ്ങാൻ നിൽക്കണം. പ്ലാസ്റ്റേഴ്സ് വാങ്ങിയിട്ട് കാണാം. പ്ലാസ്റ്റർ വാങ്ങി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാണ് ഇയാൾ. ഇത് ബ്രദർ 79 PM. Thank you brother, keep the change. See you later mate. നമ്മൾ വാങ്ങിയിട്ട് ഇറങ്ങാണ്. നമ്മളിപ്പോൾ കൊടുത്തത് ആ സാധനത്തിന് 79 P ആയി. ഓക്കെ, സാധനത്തിന് 79 P ആയി. നമ്മൾ പ്ലാസ്റ്റർ വാങ്ങിയിട്ട് നടക്കുകയാണ് ഗ്രൗണ്ടിലേക്ക് ഒരു 5 to 10 minutes വാക്കുണ്ട്. വെട്രി ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയും. സോ നല്ല വെതറാട്ടോ, ഇന്നും നല്ല വെതറാണ്. ഫുട്ബോൾ കളിക്കാൻ പറ്റിയ വെതറാണ്. സമ്മറാകുമ്പോൾ എന്തായാലും അങ്ങനെ തന്നെയായിരിക്കും. ഒരു 7, 7:30, 8 മണി വരെ ഉണ്ടാവും സണ്ണ്. അതുകൊണ്ട് തന്നെ നൈറ്റ് ഭയങ്കര ഷോർട്ടും ആയിരിക്കും. സോ ഇതൊരു കേരള റെസ്റ്റോറൻ്റ് ആണ്, ഗ്രീൻ ചില്ലീസ്. അത്യാവശ്യം നല്ല ഫുഡാണെന്നാണ് പറയുന്നത് കേൾക്കുന്നത്. ഞാൻ കഴിച്ചില്ല. ഞാൻ അവിടുന്ന് 1 or 2 പ്രാവശ്യം ഫലൂദ കഴിച്ചിരുന്നു. ഫലൂദ മൈക്കില്ലാത്തതുകൊണ്ട് തന്നെ നല്ല ഒച്ചയുണ്ടാവും പുറത്തത്തെ. എന്നോട് ക്ഷമിക്കുക, ഞാൻ മൈക്ക് വാങ്ങിയിട്ട് നല്ല ക്ലാരിറ്റിയിൽ എൻ്റെ സൗണ്ട് കിട്ടുന്നതായിരിക്കും. ഞാൻ നടക്കുകയാണ് കഴിച്ചത്. നല്ല പാടുണ്ട് ഇതെല്ലാം പിടിച്ചിട്ട് നടക്കാൻ. ഞാനും പ്രശ്നമില്ല, കുറച്ച് കഷ്ടപ്പെടണല്ലോ ഏത്. സോ ഇതാണ് നമ്മളെ റോഡ്, പ്രസ്കോട്ട് റോഡ് എന്ന് പറയും. നമ്മളിതെല്ലാം പിടിച്ച് നടക്കുക. അവിടെ നമ്മളെ ആഷിഖ് മച്ചു വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ആഷിഖ് മച്ചു അവിടെ എത്തിയെന്നാണ് പറയുന്നത്. അപ്പം ഇവിടെയുള്ള റോഡ് റൂൾസ് എന്താ പറയുക, ഒബേ ചെയ്യുന്ന രീതി ആൾക്കാർ ഇതാ അവിടെ നിന്ന് ഒരു ബട്ടൺ ഞെക്കി അവിടെ കണ്ടോ ഒരു പച്ച സിഗ്നൽ വരും, എന്നാൽ മാത്രമേ ആൾക്കാർ കിടക്കും. നമ്മളെ നാട്ടിലാണെങ്കിലോ, നാട്ടിലിങ്ങനെ ക്രോസ് ചെയ്യും. നമ്മളെ നാട്ടിൽ ക്രോസ് ചെയ്യുന്ന രീതി ഞാനിപ്പോൾ കാണിച്ചിട്ട്. നമ്മൾ ഇന്ത്യക്കാർ ഇവിടെ വന്നാലും പറയിപ്പിച്ചിട്ടല്ലേ നടന്നു. അതുകൊണ്ട് നമ്മളെല്ലാം ചിലപ്പോൾ സമയമില്ലാത്ത സമയത്ത് ഇങ്ങനെ അങ്ങ് ക്രോസ് ചെയ്യും. കാണിക്കാതാ ഇവിടെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടോ. ഈ സാധനം പച്ചയാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഗൈസ്. നമുക്കത് പച്ചയായിട്ട് കാണിക്കാം. ഓക്കെ, റോഡ് സ്ട്രെയിറ്റ് പോയാൽ ആൻഫീൽഡ് സ്റ്റേഡിയം എത്തി. ഇതെന്തായാലും പച്ച ആവട്ടെ, എന്നിട്ട് നമുക്ക് റോഡ് ക്ലോസ് ചെയ്യാം. പച്ചയാവാൻ കാത്തിക്കാണ്ട് റൂൾസ് ഡിസ്ട്രിക്റ്റ് ചെയ്തു പോകുന്ന 2 യുവാക്കൾ, അവരാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഓക്കെ, ഇവരെല്ലാം റൂൾ ഡിസ്ട്രിക്റ്റ് ചെയ്തു ഗൈസ്. നമ്മളിത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സിലി പീപ്പിൾ, എന്ത് ചെയ്യാൻ. പച്ചയായി ഗൈസ്, നമ്മളിപ്പോൾ ക്രോസ് ചെയ്യേണ്ട സമയമായി. ക്രോസ് ചെയ്യാനിപ്പോൾ ചെയ്തു. ഇവിടുത്തെ മെഗ്ഡിയാണ് ഗൈസ്. മെഗ്ഡി. സോ പിന്നെ നമ്മൾ സാധനം വാങ്ങുന്ന സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അത് ഞാൻ കാണിച്ചാൽ ലിഡിൽ എന്ന് പറയും. നമുക്ക് അടുത്ത് ലിഡിലാണ്. സോ അത് ഞാൻ കാണിച്ചത്. അതിന് മുമ്പിലിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അഫോർഡബിൾ ആയിട്ട് സാധനങ്ങളും കാര്യങ്ങളും കിട്ടും. ലിഡിൽ മാത്രമല്ല, ഇവിടെ കുറേ ഉണ്ട്.
ലിഡിൽ, അസ്ദ, അൽദി, സെയിൻസ്ബറീസ്, പിന്നെ മോറിസൺസ്, കുറേ ഉണ്ട്. പാർക്കിൻ്റെ അടുത്ത് എത്തി. ഇത് അറൈവോ ബസ്സാണ് കേട്ടോ. അറൈവോ ബസ്സാണ്. അതിൻ്റെ ഒരു മഞ്ഞ കളറാണെന്നേ ഉള്ളൂ. സ്റ്റേജ് കോച്ച് അല്ല, അറൈവോ ബസ്സാണ്. ബസ് പോവുകയാണ്. നമ്മളിതാ പാർക്കിൻ്റെ അടുത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. ഈ റോഡ് ക്രോസ് ചെയ്യണം. ഇവിടെ മറ്റേ സിഗ്നലും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് ഡയറക്റ്റ് അങ്ങ് ക്രോസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ക്രോസ് ചെയ്യട്ടെ. നല്ല തിരക്കാണ് ഗൈസ്. നമ്മളിതാ പാർക്ക്, ഇതാണ് ശരിക്കും പാർക്ക്. മുമ്പ് ഈ ഗേറ്റ് തുറന്നിട്ടുണ്ടായിരുന്നു. ഈ ഗേറ്റ് ഇപ്പോൾ പൂട്ടിയിട്ട് എന്താ അറിയില്ല, അല്ലെങ്കിൽ ഇതിലെ കയറായിരുന്നു. ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിലേ കയറണം. നൈസ് പാർക്ക് കേട്ടോ. ബൊട്ടാണിക്കൽ ഗാർഡനാണ്. ഒരു അമ്പലമുണ്ട്, ഞങ്ങൾക്ക് അമ്പലം കാണിച്ചു തരാം. ഇവിടെയുള്ള ഒരു കൃഷ്ണൻ്റെ അമ്പലമാണ്, നോർത്ത് ഇന്ത്യൻസിൻ്റെ അമ്പലമാണ്, ശ്രീ രാധാകൃഷ്ണ ടെമ്പിൾ. അത് നമ്മളെ ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിതാ പാർക്കിൽ എത്താനായിരിക്കുന്നു ഗൈസ്. എന്താ രസം നടക്കാൻ, നല്ല രസമുണ്ട് കാറ്റും. ഇപ്പോൾ കാണുന്ന അമ്പലമാണ് എന്താ ഹിന്ദു ഓർഗനൈസേഷൻ ശ്രീ രാധാകൃഷ്ണ ടെമ്പിൾ. പിന്നെ അവിടെ ഇന്ന് ചൊവ്വാഴ്ചയല്ലേ, ഇന്ന് ഫുഡ് ഉണ്ട് ശരിക്കും. ഇന്ന് നൈറ്റ് അവിടെ ഫുഡ് ഉണ്ട്. പറ്റുമെങ്കിൽ ഇന്ന് പോയിട്ട് നോക്കാം. പോവുകയാണെങ്കിൽ ഞാൻ വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഗൈസ്. ഈ മച്ചു നമ്മളെ അടുത്ത് കളിക്കാൻ വരുമെന്ന് തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. എന്തായാലും പോയി നോക്കാം. നമ്മളെ വെവിട്രി ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ എൻട്രൻസ്. വെൽക്കം ടു വെവിട്രി ബൊട്ടാണിക്കൽ ഗാർഡൻ. കണ്ടോ, നൈസ് ആംബിയൻസ് ആണ്. നമ്മളിതാ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. കയറിയപ്പോഴേ വൈബല്ലേ, അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല സ്പ്രിങ് ആയതുകൊണ്ട് ഞങ്ങൾ പൂവെല്ലാം നല്ല നൈസായിട്ട്. എന്താ പറയുക, ചെറിയ ബ്ലൗസ് ആണോ അല്ലയോ എന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മൾ പെട്ടു. ഓക്കെ, പറ്റില്ല. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ ഈ സാധനം വെച്ചിട്ട് എങ്ങനെ പോകും? സാധനം വെച്ചിട്ട് ഇതിലേ പോയിരിക്കുന്നു ഗൈസ്. നമ്മളത് അതിൻ്റെ അടിയിൽ നടന്ന് പോവുകയാണ്. ചെറിയ ചെക്കൻ കണ്ട, ചെറിയ കളിക്കാൻ വന്നിട്ട് കണ്ട. ഇതാണ് കൾച്ചർ ഇടുന്നത്. പിന്നെ എങ്ങനെ പ്ലേസ് ഇല്ലാണ്ട് പോകും? നമ്മളെടുത്ത് ഇതെല്ലാം ഡെവലപ്പായി വരണം. ആവും, നമ്മളെടുത്ത് ഇതിൻ്റെ പരിപാടികൾ നടക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഉത്സവത്തിൻ്റെ മൂഡാണ് ഇവർക്ക്. സമ്മറായാലും ആ ചെക്കനെ കൊണ്ട് ബോളടിപ്പിക്കുന്ന നോക്ക്. സോ നമ്മളൊന്ന് ഗ്രീറ്റ് ചെയ്യുക ആൾക്കാരെ. നല്ല മനുഷ്യന്മാരാട്ടോ ലിവർപൂളിലുള്ള ആൾക്കാർ. നല്ല മനുഷ്യന്മാരാണ്, നല്ല 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 മനുഷ്യന്മാരാണ്. നല്ല ഇഷ്ടമായി പറഞ്ഞാൽ നല്ല ഇഷ്ടമായി. എന്നുവെച്ചാൽ നല്ലൊരു സ്ഥലം, നല്ല ആൾക്കാർ, നല്ല ഫ്രണ്ട്ലി പീപ്പിളാണ് ഇവിടെ മൊത്തം. ഇവിടെ ഒരു ഗ്യാങ് ബോൾ കളിക്കുന്ന, വൺ ടച്ച് ഫുട്ബോൾ കളിച്ചു. സെറ്റ് ലുക്കാട്ടോ ടീം, സെറ്റാണ്. ഓരോ സ്ഥലത്ത് നമുക്ക് കാണാം. കാര്യങ്ങളെല്ലാം എടുത്ത് ഇതാ ഗ്രൗണ്ടിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഗൈസ്. ഇതേപോലത്തെ ഒരു കോർട്ട് നമ്മളും പിടിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ കളിക്കും. നമ്മളെ പിള്ളേരെല്ലാം വന്ന് സെറ്റായി പോസ്റ്റെല്ലാം വെച്ച് റെഡിയാക്കി കളിക്കും. ഇതെല്ലാം എൻ്റെ ഒരു ഹാപ്പിനെസ്. നിങ്ങളതോ? കളിക്കാൻ പോവുക, ഇടയ്ക്കലൊന്ന് പുറത്തിറങ്ങുക, പണിക്ക് പോകണം. പണി അത് വേറെ ഉണ്ട്. എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകണം, അത് വേറെ കാര്യം. പക്ഷേ ലൈക്ക് നമ്മളെല്ലാം ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോഴാണ് നമുക്കൊരു എന്താ പറയുക, ഇത്രയും ഒരു ബിസി ലൈഫിൽ നമ്മൾ നാടെല്ലാം വിട്ട് ഇങ്ങോട്ട് നിൽക്കുമ്പോൾ ഇതെല്ലാം നമ്മളൊരു എൻജോയ്മെൻറ്റ് പറയാൻ പറ്റുക. സോ മനസ്സിലൊരു കുളിർമ തരുമല്ലോ. സോ ഡു വാട്ട് യു ലൈക്ക്. എവിടെ പോയാലും ഇപ്പോൾ എന്ത് പ്രൊഫഷനായാലും എന്ത് കൊണ്ടായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെറിയ ടൈമെങ്കിലും കുറച്ച് സമയങ്ങളിൽ അതിന് മാറ്റി വെക്കുക, എൻജോയ് ചെയ്യുക. ഇതേ എനിക്ക് പറയാനുള്ളൂ. നമ്മളെത്തിട്ടോ, നമ്മളെത്തി. വേഗം ഇറങ്ങാനോ എന്താ? സോ ഗൈസ്, നമ്മൾ പിള്ളേരിതാ ഇറങ്ങിയിരിക്കുന്നു. ഇതാണ് ആഷിഖ് ചേട്ടൻ. ആഷിക്കേട്ടാ ഇങ്ങോട്ട് വരുമോ? ആഷിക്കേട്ടാ, ഇതാണ് ആഷിക്കേട്ടൻ. തൃശ്ശൂർ ഗഡ്ഡിയാണ് നമ്മളെ കളിയിലെ ഉറ്റത്തോഴൻ. ലൈറ്റ് ഓപ്പോസിറ്റ്. നമ്മളെ മുത്താണ്. പിന്നെ
എടാ വയനാട്ടുകാരാ ഇങ്ങോട്ട് വാടാ. ഇതാണ് നമ്മളെ എൻ്റെ നമ്പർ, എൻ്റെ രോഹിത് കൂട്ടാൻ. ഇവനാണ് ഞാൻ പറഞ്ഞത് എനിക്കൊരു ജേഴ്സി എടുത്ത് കൊണ്ടുവരുന്നു. ഇവന് പുച്ഛാണ് യൂട്യൂബിൽ, നമ്മളെ വളർന്നു വരുന്ന യൂട്യൂബർ അവൻ കളിയാക്കുവാണ്. പക്ഷെ പ്രശ്നമില്ല, നമ്മൾ ഓക്കെ പറയടാ. ആശികേട്ടൻ ഫുൾ കലിപ്പിലാണ്. ഇത് ക്ലിൻറ്റ്, പിന്നെ അത് അശ്വിൻ, കുറേ ഉണ്ട്, ഹെബിൻ, ഒരു കുറേ ട്രിവാൻഡ്രംകാരുണ്ട്. ഞാനെന്നാൽ പിന്നെ ബൂട്ട് കെട്ടി ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. ഇറങ്ങട്ടെ, നടക്കുകയാണ്. ബൂട്ട് കെട്ടട്ടെ. ഓക്കെ, നമ്മൾ പോസ്റ്റും കാര്യങ്ങളും കൊണ്ടുപോയി വെക്കുക കേട്ടോ. വലുതല്ലേ കളിക്കുന്നത്? വലിയതല്ലേ? നമ്മൾ ബൂട്ട് കെട്ടാനുള്ള പുറപ്പാടിലാണ്. കാക്ക ഫുള്ള് മുറിവും കാര്യങ്ങളെല്ലാം ഉണ്ട്, അതിന് വിഷയമില്ല. നമ്മൾ ബൂട്ട് കെട്ടിയിട്ട് കാണാം. ഓക്കെ, നോക്കുമ്പോഴാണ് ഞാൻ വേറൊരാളെ കണ്ടത്. മൂപ്പരെ നമ്മൾ ആഷിക് ഗഡി തൃശ്ശൂർ ഗഡി ഇറക്കിയതാട്ടോ. പുള്ളിയുടെ പേരെന്താ എനിക്കറിയില്ല, ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. എന്തായാലും പുള്ളിയുടെ കളി പൊളിക്കുമായിരിക്കും. നോക്കാം, പുള്ളിയുടെ ബോഡിയെല്ലാം നൈസാണ്. എന്തായാലും നമുക്ക് നോക്കാം. യൂട്യൂബിൽ എയർലായി രോഹിത്തിൻ്റെ മോതിരം തപ്പുവാണ് നമ്മൾ. കിട്ടിയോടാ? കഴിഞ്ഞ വർഷം കളിക്കാൻ വന്നിട്ട് ബാഗിൻ്റെ ഉള്ളിൽ മോതിരം ഇട്ടിട്ട് പോയി. പാനിൻ്റെ ഉള്ളല്ല, എൻ്റെ ഹുഡിൻ്റെ ഉള്ളിലായിട്ട്. ഹുഡിൻ്റെ ഉള്ളിലാരും കിട്ടും. പിന്നെ ഹുഡിൻ്റെ ഉള്ളിൽ ഹുഡിൻ്റെ പോക്കറ്റിൻ്റെ ഉള്ളിലിട്ട് നമ്മൾ ബിബൽ റെഡിയാക്കി വെക്കാണ്. മൂപ്പര് മോതിരം തപ്പിയിട്ട് കിട്ടിയില്ല. അവിടെ ആഷിക്ക് ടീമും പോസ്റ്റ് റെഡിയാക്കുന്നുണ്ട്. എടാ ആ പോസ്റ്റ് അപ്പുറത്തെടുത്ത് കൊണ്ടുവെക്കടാ, ആർക്കും കൊടുക്ക്. പാർക്ക് നല്ല രസമാണ് കാണാൻ. അങ്ങേ തൊട്ട് അങ്ങ് വരെ നല്ല സെറ്റപ്പായിട്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയാണ് ഈ പാർക്ക്. വെറ്ററി ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയും. നമ്മളും ബൂട്ട് കെട്ടിയിരിക്കുന്നു. ഇനി വാമാവണം, കെട്ടി ഇനിയിപ്പോൾ ഡ്രസ്സ് മാറ്റണം, വാമാവണം, എന്നിട്ട് കളിക്കാൻ ഇറങ്ങുക. കാലിൽ മൊത്തം ഇതാണ് പൊള്ളിയിട്ട് കളിക്കാൻ നല്ല സീനാണ്. എന്നാലും പ്രശ്നമില്ല, കളിച്ച് നോക്കാം. നമ്മൾ കളിയെല്ലാം കഴിഞ്ഞു, ഫീൽഡെല്ലാം റെഡിയാക്കി രോഹിത് സെറ്റാക്കാണ്. ആ അതെന്നോട് പറഞ്ഞല്ലോ, ജിത്തു പറഞ്ഞു എന്നോട്. വിക്ടോറിയ എന്തോ പറഞ്ഞു എന്നോട്. പോവാനോ? അപ്പോൾ ഗൈസ്, എന്ത് പറയാൻ എനിക്ക് എന്താ പറയാനല്ലേ നമ്മളെ പുതിയ സംരംഭത്തെ കുറിച്ച് പറ നീ. രണ്ടും കളിക്കുന്ന സംഭവം കുറച്ച് മുമ്പേ ഉണ്ടല്ലോ, നീ പറ. യൂട്യൂബിനെ പറ്റി പറയും. നിനക്കെന്താ പറയാനുള്ളത്? ഇത് നമ്മള് അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഡേ വിത്ത് മൈ ഡേ എന്നാ ആ സാധനം എൻ്റെ ആണ്. അപ്പോൾ നമ്മൾ ഓക്കെ, ബൈ ബൈ, ടാറ്റ, സീ യു നെക്സ്റ്റ് വ്ളോഗ്. കളിച്ച് കഴിഞ്ഞ് വന്നതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റാണിത്. ഔ, ബൂട്ട് കുറച്ച് ടൈറ്റാണ് എൻ്റെ, അതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഇത് കുറച്ച് നല്ലോണമായി. കാല് പൊള്ളി, മുറിഞ്ഞിട്ടുണ്ട്. അവിടെ ഇവിടെ എല്ലാം മുറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, പക്ഷെ പ്രശ്നമില്ല, നമ്മൾ സെറ്റാണ്. ഏത് വീട്ടിലെത്തി കളി കഴിഞ്ഞിട്ട് ഇനി ഒന്ന് കുളിക്കണം, ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം. ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ ഡേ വിത്ത് മീ എന്നുള്ള ഒരു വ്ളോഗിൽ പറയാനുള്ളൂ. ഞാൻ നേരത്തെ കുറേ വൈൻഡപ്പ് ചെയ്യിപ്പിച്ചു. എനിക്ക് എന്തെല്ലാം പറയേണ്ടത് അറിയാത്തതുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്തതാണ്. ഇനിയിപ്പോൾ ഒന്നുമില്ല, കുളിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങും, അത്രേ ഉള്ളൂ. സോ
എൻ്റെ ഈ വ്ലോഗ് കണ്ടിരിക്കുന്ന ആരെങ്കിലും ഫുള്ള് കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. പ്ലീസ് സബ്സ്ക്രൈബ്. പിന്നെന്താണ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൻ നിൽക്കുക. സോ സ്മൈൽസ് ബൈ ശ്രാവൺ ഹിയർ. ബൈ.